രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടന്ന് ഇപ്പോൾ ഫലം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം നേടിക്കഴിഞ്ഞു. ആകെയുള്ള 90 സീറ്റുകളിൽ 55-നടുത്തേക്ക് ഇന്ത്യ മുന്നണി എത്തി. നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി BJPയെ വളരെയധികം പിന്നിലാക്കി ജമ്മു കാശ്മീരിൽ അധികാരത്തിലേക്ക് എത്തുകയാണ്. ഒപ്പം തന്നെ ഹരിയാനയിലാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് വന്നിരിക്കുന്നത്. ഒട്ടുമിക്ക മാധ്യമങ്ങളും ഏജൻസികളുമെല്ലാം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ മുന്നേറ്റം പ്രവചിച്ച ഹരിയാനയിൽ എന്തുകൊണ്ടോ കോൺഗ്രസിന് കാലിടറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ വലിയ രീതിയിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷ നൽകി അവസാനം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമ്പോഴാണ് കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്ക വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ BJPയും കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. 10 റൗണ്ട് വരെ വോട്ടെണ്ണൽ നടന്നിട്ടില്ല എങ്കിലും ഇനിയും ബാക്കി നിൽക്കുന്ന റൗണ്ടുകളിൽ 20 മുതൽ 25, 28 സീറ്റുകൾ വരെ 100-നടുത്ത് ലീഡാണ് പല സ്ഥാനാർത്ഥികളും BJPയുടെ സ്ഥാനാർത്ഥികൾ കൂടുതലും നേടിയിട്ടുള്ളത്. അതെങ്ങോട്ട് വേണമെങ്കിലും മാറാം എന്നുള്ളൊരവസ്ഥയിൽ ഇപ്പോൾ 45, 46 സീറ്റിൽ BJPയും 37, 38 സീറ്റുകളിൽ കോൺഗ്രസും എത്തി നിൽക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇപ്പോഴുള്ളത്. ഏത് സമയം വേണമെങ്കിലും ഒരു 5 സീറ്റുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ തന്നെ ഭരണം ആർക്കൊപ്പം എന്ന് പ്രവചിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആകേണ്ടുന്ന ഭൂപേന്ദർ സിംഗ് ഹൂഡ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്കയില്ല, അവസാന റൗണ്ടുകൾ ആകുമ്പോഴേക്കും കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചില അർത്ഥങ്ങൾ തന്നെ നൽകുന്ന രീതിയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ മുന്നേറ്റം ചെറിയ രീതിയിൽ കാണുകയുമാണ്. ഏതായാലും ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്ന ഹരിയാനയിൽ പ്രവചനാതീതമാണ് കാര്യങ്ങൾ. എങ്കിലും BJP തോറ്റു എന്ന് പറഞ്ഞിടത്തു നിന്ന് കുതിപ്പ് നടത്തിയത് BJP ക്യാമ്പിൽ വളരെയധികം സന്തോഷം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും ആഗ്രഹിച്ചത് കാശ്മീർ പിടിച്ചെടുക്കാനായിരുന്നു. കാശ്മീരാണ് BJPക്ക് വലിയ രീതിയിൽ അധികാരങ്ങൾ പങ്കിടാനും അല്ലെങ്കിൽ അധികാരങ്ങൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാനും BJP കാത്തിരുന്നത് കാശ്മീരിനെയാണ്. പക്ഷെ ഹരിയാനയിൽ തോൽക്കുമെന്ന് ഉറപ്പിച്ച BJP അല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ ജമ്മു കാശ്മീരിൽ വലിയ രീതിയിൽ തിരിച്ചടി BJPക്ക് നേരിട്ടു. ഏതായാലും ജമ്മു കാശ്മീർ ഇന്ത്യ സഖ്യത്തിനും ഹരിയാന ഫോട്ടോ ഫിനിഷിലേക്കും നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ.